ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മുമ്പ് ഒരു വൃത്തിപ്രാന്തിയായിരുന്നു. ഭയങ്കര വൃത്തി വേണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഞാൻ എപ്പോൾ ഇങ്ങനെ മാറി എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. വൃത്തിപ്രാന്തി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, വൃത്തി എല്ലാവർക്കും വേണ്ടതല്ലേ, അപ്പം അതെന്തിനാ പിന്നെ അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. വൃത്തി എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്, അതിൽ ഞാനൊന്നും ഒരു തർക്കവും പറയുന്നില്ല. പക്ഷെ നമുക്ക് അധികമായാൽ എല്ലാം പ്രോബ്ലം എന്ന് പറയുന്ന പോലെ തന്നെയാണ് വൃത്തിയും. കാരണം അത് നമ്മൾക്ക് കുറേ ലിമിറ്റേഷൻസ് തരും. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു സ്ഥലത്ത് പോകുന്നതിനും അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടാക്കും. നമുക്ക് റെസ്ട്രിക്ഷൻസ് തരും. നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായി മാറും. അതിനൊരു തരത്തിൽ വൃത്തിപ്രാന്ത് എന്ന് തന്നെ പറയാം. ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഞാൻ ചെറുപ്പത്തിലേ നന്നായിട്ട് വീട്ടുജോലികളൊക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു. കുക്കിംഗ് ഒന്നും ചെയ്യില്ല, പക്ഷെ ക്ലീനിങ് ആയിരുന്നു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3ാം ക്ലാസ് ആയപ്പോൾ തന്നെ ഞാൻ അടിച്ചു വാരുക അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്തിരുന്നു. എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ പെൺകുട്ടിയാണ്, ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്ത് വളർന്നു കഴിഞ്ഞാൽ മാത്രമേ മുൻപോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, ഒരു സ്ഥലത്ത് കെട്ടിച്ചിടേണ്ടതാണ്, അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പറഞ്ഞ് വളർത്തിയേക്കുന്നത്. അതുകൊണ്ട് എന്നെ അങ്ങനെ തന്നെയാണ് വളർത്തിയത്. അതുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ നന്നായിട്ട് ചെയ്യണം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ചെയ്യായിരുന്നു. അതാണ് ശരി, വീട്ടിലുള്ളവർ പറയുന്നതല്ലേ, അപ്പം അതാണ് ശരി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയാണ്, മുറ്റടിച്ചു വാരിയാലും അതുപോലെ എല്ലാം ചെയ്തു കഴിഞ്ഞാലും വൃത്തിയാണെന്ന് പറയാറുണ്ട്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ പിന്നെ അങ്ങനെ ശീലിച്ച് കൂടുതലും ക്ലീനിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുക്കിംഗ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ക്ലീനിങ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പെർഫെക്ഷൻ വേണം എന്നുള്ള ഭയങ്കര ഒരു ചിന്തക്കാരിയാണ് ഞാൻ. ഒരു പണി തന്നെ നമുക്ക് ഹോളിഡേ അങ്ങനെയൊക്കെയാണ് ഒരു ടൈം കിട്ടുക. അപ്പൊ ആ ദിവസം എല്ലാ പണിയും ചെയ്തിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുക തന്നെ ചെയ്യുക. മാക്സിമം ക്ലീനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ആ ദിവസം മുഴുവൻ. എന്നുവെച്ചാൽ വേറൊരു എന്റർടൈൻമെന്റും കാര്യങ്ങളും ഇല്ല. ഫുൾ ക്ലീനിങ്, അതുപോലത്തെ ഓരോ പണികള് കാര്യങ്ങള്, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ്. പിന്നെ കുറച്ചൊരു സ്കൂളൊക്കെ കഴിഞ്ഞു കോളേജിലൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഹോസ്റ്റലിലും ഒക്കെ പോവാനും താമസിക്കാനൊക്കെ തുടങ്ങി. ഇങ്ങനെ ഫ്രണ്ട്സ് കുറച്ച് ദൂരെയൊക്കെ പോയിട്ട് അവിടുത്തെ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് അവിടെ ഹോസ്റ്റലിലൊക്കെ താമസിക്കാൻ തുടങ്ങി. ബേസിക്കലി എന്നെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാനൊന്നും വിടില്ല വീട്ടിൽ നിന്ന്. പോയി വരുന്ന ദൂരത്തിൽ, വൈകിട്ട് വീട്ടിൽ വരുന്ന ദൂരത്തിൽ പഠിച്ചാൽ മതി എന്നാണ് വീട്ടിൽ നിന്ന് പറയുന്നത്. പക്ഷെ അതെനിക്ക് അതുകൊണ്ടല്ല, അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ അവർ പറയുന്നില്ല നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ വേറൊരു റീസൺ, എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതിന്റെ ഒരു റീസൺ വൃത്തി തന്നെയായിരുന്നു. വേറെ ആൾക്കാർ, നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടി വരില്ലേ, അവർ വൃത്തിയുള്ളവരായിരിക്കുമോ, നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരില്ലേ, അങ്ങനെ ചെയ്യേണ്ടി വരില്ലേ, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ പല പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും എനിക്ക് ഹോസ്റ്റലിലൊന്നും താമസിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അത് എൻ്റെ ഒരു പ്രശ്നമാണ്, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ കൂടുതലും ഒരു വളരേണ്ട ഒരു സമയമാണത്. അപ്പൊ ഞാൻ എൻ്റെ ആ ഒരു വൃത്തിപ്രാന്ത് കാരണമാണ് അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ വീട്ടിൽ നിന്ന് വിട്ടിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ നാളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കാനൊക്കെ പോയപ്പോഴത്തേക്ക് ഹോസ്റ്റലിലൊക്കെ നിൽക്കേണ്ടി വന്നത്. അത് പിന്നെ എന്തായാലും നിന്നേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് ദൂരെയാണ് പഠിക്കാൻ കിട്ടിയത്. അപ്പോൾ അങ്ങനെ നിന്നേ പറ്റുള്ളൂ എന്നായപ്പോൾ അങ്ങനെയാണ് താമസിക്കാൻ തുടങ്ങിയത്. അങ്ങനെ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ല. കാരണം എല്ലാവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അതിൽ ഓരോരുത്തര് നല്ല വൃത്തിയുള്ളവരായിരിക്കും, ചിലപ്പം മീഡിയം ലെവൽ വൃത്തിയായിരിക്കും, ചിലപ്പം ഒട്ടും വൃത്തി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ മറ്റുള്ളവർ വൃത്തി ഉണ്ടാവും, നമ്മളെങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ട് അതുപോലെ നമ്മളിങ്ങനെ നമുക്ക് ഓരോ ലൈഫ് പഠിക്കാനുള്ള ഓരോ
സാഹചര്യവും നമ്മൾ കളയരുത്. നമ്മൾ ഓരോ സ്ഥലത്ത് പുതിയ സ്ഥലത്ത് പോയി താമസിച്ച് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞ് എങ്ങനെയാണ് ജീവിതം, എങ്ങനെയാണ് ജീവിക്കുക, എങ്ങനെയാണ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുക, എങ്ങനെയാണ് ഫുഡ് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് ഒന്നിച്ച് കുക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക, എങ്ങനെയാണ് ഒരു വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെ ഏത് രീതിയിലൊക്കെ നമ്മൾ വേറെ ആൾക്കാരോട് കൂടെ താമസിക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ പല 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 കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ മുമ്പ് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജോലികളും ഒന്നിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്വഭാവവും എൻ്റെത് മാറാൻ തുടങ്ങി. കാരണം എനിക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ വൃത്തിയാണ് നമുക്ക് ഒരു ദിവസം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അത് തന്നെ ചെയ്തിട്ട് അതിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് കൂടുതലും തോന്നുന്നത് ഗേൾസ് ആണ് അങ്ങനെ തിങ്ക് ചെയ്യുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്. കൂടുതലും ഇങ്ങനെ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ടൈം പണി തന്നെ എടുത്ത് അങ്ങനെ സമയം കളയുന്നത് ഗേൾസ് ആണെന്നാണ് തോന്നുന്നത്. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഗേൾസ് ആണ് കൂടുതലായിട്ടും എന്തായാലും അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തും ഞാനങ്ങനെ വൃത്തിയാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കും. അത്യാവശ്യം വീട് വൃത്തിയായി തന്നെ എനിക്കിരിക്കണം. അങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നോ അങ്ങനെ അതൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ എല്ലാം ചെയ്ത് നടുവൊടിഞ്ഞ് വൈകിട്ട് പോയി കിടന്നുറങ്ങുന്ന ആ ഒരു സിസ്റ്റം ഞാൻ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന പണികൾ പറ്റാവുന്നത് പോലെ കുറച്ച് കുറച്ചായി ചെയ്യാം. അതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകും നമ്മുടെ കാര്യങ്ങൾ. വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. പിറ്റേന്ന് ചിലപ്പോൾ നമുക്ക് ഇത്രയും പണി ഒന്നിച്ചെടുത്തുകൊണ്ട് ക്ഷീണം കൊണ്ട് എഴുന്നേക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയി മാറും. അതുകൊണ്ട് നമ്മൾ പറ്റാവുന്നത് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം നമ്മുടെ ടൈം വെച്ച് നോക്കുമ്പോൾ. ഒരു ഹോളിഡേ ഫുൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടൊന്നും ചെലവിടാതെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഹോളിഡേ കുറച്ച് അധികം ചെയ്യുക. എന്നിട്ട് നമുക്ക് പുറത്തു പോകാനാണോ ഫുഡ് കഴിക്കാനാണോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതലും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. ചിലവർക്ക് ക്ലീനിങ് ചെയ്യുന്നതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമായിരിക്കും. എനിക്ക് അത്ര സന്തോഷം തരുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് ബേസിക് നീഡാണല്ലോ അത്, കുക്കിങ് ക്ലീനിങ് എന്നൊക്കെ ഉള്ളത്. അത് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ വിചാരിച്ച് ചെയ്യുന്നതാണ്. വീട് കുറച്ച് വൃത്തിയായിരിക്കണം, പിന്നെ ഹോംലി ഫുഡ് തന്നെ കഴിക്കണം, ഇങ്ങനെ രണ്ട് നിർബന്ധം ഉള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ ഞാനത് ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. എനിക്ക് കൂടുതലായിട്ടും എൻ്റെതായ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സിനിമ കാണുന്നത്, പുറത്തു പോകുന്നത്, ബുക്ക് വായിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. വീഡിയോ കാണുന്നത്, നമ്മൾ റീൽസും ഒക്കെ കാണുന്നത്, അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ പറ്റുള്ളൂ, ഒരു മടുപ്പില്ലാത്ത രീതിയിൽ. ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചിട്ടോ ഒന്നുമല്ല. ഞാൻ വൃത്തിഭ്രാന്തിയായിരുന്നു, ഞാൻ എങ്ങനെ മാറി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അങ്ങനെ ചെയ്യട്ടെ. അവർക്ക് അത് ഇഷ്ടമുള്ള ചിലർക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഇഷ്ടം, അങ്ങനെ ചെയ്യട്ടെ. പക്ഷെ നമ്മളിങ്ങനെ ഒരു സൊസൈറ്റി ഇങ്ങനെയാണ്, വീട്ടില് ആൾക്കാർ വന്നാൽ കാണില്ലേ, ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങനെ ബോധറാവേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ആൾക്കാർ വരുന്നുണ്ടോ? ഇല്ല. എല്ലാ ദിവസമൊന്നും ആൾക്കാർ വരുന്നൊന്നുമില്ല. വല്ലപ്പോഴും വരും, വീക്കിലി അങ്ങനെ വരുമായിരിക്കും. പക്ഷെ നമുക്ക് പറ്റാവുന്ന മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മൾക്ക് മറ്റുള്ളവർ കാണിക്കാൻ മാത്രമല്ല, നമ്മുടെ വീടും വൃത്തിയായിരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ വൃത്തിയാക്കി വെക്കുക. പക്ഷെ നമ്മൾ അത് തന്നെയാണ് ജീവിതം എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കരുത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അങ്ങനെ വേറെ ഹോസ്റ്റലിലും അവിടെ ഇവിടെയൊക്കെ താമസിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു പുതിയ കാര്യം പഠിക്കാനുള്ളൊരു സാഹചര്യമായിട്ട് കാണുക. അവിടെ ചിലപ്പോൾ വൃത്തിയില്ലാത്ത ആൾക്കാരെ കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ താമസിക്കേണ്ടി വരിക. പക്ഷെ അതൊക്കെ നമുക്ക് ലൈഫിൽ ഒരു പാഠാണ്. നമുക്ക് അതിനകത്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറെ കാര്യങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വൃത്തിഭ്രാന്തിനെ ഓവർകം ചെയ്തത്. അപ്പൊ നിങ്ങൾ എത്തരത്തിലുള്ള ആൾക്കാരാണ്? എന്നെ പോലെ വൃത്തിഭ്രാന്തുള്ള ആളായിരുന്നോ? ഇപ്പോഴെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.